ഇന്ന് നല്ല ഒരു ചോദ്യമുണ്ട്. ഒരു ജോലി എ 4 മണിക്കൂർ കൊണ്ടും ബിയും സിയും ഒരുമിച്ച് 3 മണിക്കൂർ കൊണ്ടും എയും സിയും ഒരുമിച്ച് 2 മണിക്കൂർ കൊണ്ടും ചെയ്തു തീർക്കും. അങ്ങനെയെങ്കിൽ ബി മാത്രം ആ ജോലി എത്ര സമയം കൊണ്ട് ചെയ്യും? അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന മണിക്കൂറുകൾ നോക്കാം. ഏതൊക്കെയാണ്? 4 മണിക്കൂർ ഒന്ന് എഴുതാം. 4 മണിക്കൂർ, 3 മണിക്കൂർ, 2 മണിക്കൂർ. ഈ തന്നിരിക്കുന്ന മണിക്കൂറുകളുടെ എൽസിയം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ 2 കൊണ്ട് പ്രൈം നമ്പറായ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 2 4, 3 2 1 2. ഓക്കെ ആണല്ലോ. ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 1 2, 3 1. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 3 1 3 1. ഈ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. 2 × 2 × 3 2 2 4 4 3 12. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന എൽസിയം എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ ആണല്ലോ. ഈ എൽസിയമാണ് ശരിക്കും ഇവിടെ വരുന്ന ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി, അത് 12 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബിയുടെ കാര്യം, ബിയുടെ എഫിഷ്യൻസി, ബിയുടെ കഴിവ് നമുക്ക് കാണണം. ബിയുടെ കഴിവ് എത്ര എന്ന് കണ്ടുപിടിക്കണം. അത് കാണുവാനുള്ള മാർഗ്ഗമാണ് അടുത്തതിലോട്ട് പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഈ 3 നമ്പറുകൾ എഴുതാം. ആദ്യം എന്താണ്? എ. ഇവിടെ എഴുതാം. എ എന്ന് പറയുന്ന ആൾ 4 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്യുന്നു. ഇനി അടുത്ത എന്താണ്? ബിയും സിയും 3 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നു. അടുത്തത് എന്താണ്? എയും സിയും ആ ജോലി 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എൽസിയം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ എൽസിയം നമ്മൾ പറഞ്ഞു, അത് 12 ആണ്. അപ്പോൾ ഇനി നോക്കാം. 4 12 ആകാനായിട്ട് 3 കൊണ്ട് ഗുണിക്കണം. 3 12 ആകാനായിട്ട് 4 കൊണ്ട് ഗുണിക്കണം. 2 12 ആകാനായിട്ട് 6 കൊണ്ട് ഗുണിക്കണം. ഇവിടെ ഇതിൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എയുടെ കഴിവ് എന്ന് പറയുന്നത് 3 ആണ്. ബിയുടെയും സിയുടെയും കൂടെ കഴിവ് എന്ന് പറയുന്നത് 4 ആണ്. എയുടെയും സിയുടെയും കൂടെ കഴിവ് 6. അപ്പോൾ ഈ കഴിവുകളൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാം. നമുക്ക് എ പ്ലസ് സി അതൊന്ന് എഴുതി വെക്കാം. എയുടെയും സിയുടെയും കൂടെ കഴിവ് 2 ആണ്. ഇവിടെ ഈ എയുടെ കഴിവ് തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 4. അപ്പോൾ നമുക്ക് എയുടെ പാട്ടിൽ 4 ഇട്ട് കൊടുത്താം. അപ്പോൾ 4 + സി = 2. അപ്പോൾ സിയുടെ കഴിവ് കാണാനായിട്ട് 4-ൽ നിന്ന് 2 കുറച്ചാൽ മതി. നമുക്ക് എത്ര കിട്ടി? 2. അപ്പോൾ സിയുടെ കഴിവ് 2 കിട്ടി. ഇനി നോക്കുക, നമുക്കത് ഇതൊന്നും എടുക്കാം. എന്താണ്? ബി പ്ലസ് സി. ബിയുടെയും സിയുടെയും കൂടെ കഴിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് 4 ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ സിയുടെ കഴിവ്, ഇനി ബിയുടെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി അങ്ങനെ എഴുതാം. സിയുടെ കഴിവ് ഇപ്പോൾ നമുക്ക് കിട്ടി, അത് 2 ആണ്. ഇപ്പോൾ ബി പ്ലസ് സി = 2. ക്ലിയർ ആണല്ലോ. ബി പ്ലസ് സി ഇപ്പോൾ ബി പ്ലസ് 2, സിയുടെ കഴിവ് 2. നമുക്കൊന്നുകൂടെ നോക്കിയാലോ. എ പ്ലസ് സി എന്ന് പറയുന്നത് 2 ആണോ? എ പ്ലസ് സി എന്ന് പറയുന്നത് 2 അല്ല, എത്രയാണ്? 6 ആണ്. എ പ്ലസ് സി എത്രയാണ്? 6 അല്ലേ കഴിവ്? 6 ആണ്. ഇനി എയുടെ മാത്രം കഴിവ് 4. അപ്പോൾ എ പിന്നെ സി = 6 എന്ന് നമ്മൾ എഴുതണ്ടേ. ഇപ്പോൾ സിയുടെ കഴിവ് 2 അല്ലേ?